114 സങ്കീർത്തനം ഒരു പോയറ്റ് തൻ്റെ പോയട്രി എത്രമാത്രം കാവ്യാത്മകതയോടെ അവതരിപ്പിക്കുന്നു, അതുപോലെയാണ് സങ്കീർത്തനക്കാരന് ഈ 114 സങ്കീർത്തനം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ 2 സബ്ജക്റ്റിലാണ് ഈ സങ്കീർത്തനത്തിന് 8 വാക്യങ്ങൾ ഊന്നി നിൽക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ദ ഡെലിവറൻസ് ഓഫ് ഇസ്രായേൽ ഔട്ട് ഓഫ് ഈജിപ്റ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മോസസ്. മോശയുടെ നേതൃത്വത്തിൽ 430 വർഷക്കാലം അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ അടിമത്തിൽ നിന്നും വീണ്ടെടുത്തുകൊണ്ട് പുറത്തു കൊണ്ടിരുന്ന വിഷയമാണ് ഈ വാക്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സോവർണിറ്റി ഓഫ് ഗോഡ് ഓവർ നേച്ചർ, പ്രകൃതിയുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം, സർവാധികാരം. ഈ 2 വിഷയമാണ് 8 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാനിതിനെ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ച് പറഞ്ഞാൽ മരുഭൂമിയിലെ സഭയാണ് ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ട ജനം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ സഭയാണ്, മരുഭൂമിയിലെ സഭ, ദ ചർച്ച് ഇൻ ദ ഡെസേർട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ പുറപ്പെട്ടു. അവിടെ വേറെ ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കാവ്യാത്മകതയോടെയാണ് സങ്കീർത്തനക്കാരൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. യഹൂദ 2 ഗോത്രം, ഇസ്രായേൽ 10 ഗോത്രം. അങ്ങനെ 12 ഗോത്രം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഗോഡ് ഹാസ് സ്പോക്കൺ ടു മോസസ് ടു ഡെലിവർ ഇസ്രായേൽ ഔട്ട് ഓഫ് ഈജിപ്റ്റ്. ദൈവം മോശയെ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നമുക്കറിയാം പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മോശയോട് ദൈവം സംസാരിച്ചു. ഇസ്രായേലിനെ വിടുവിക്കുവാനായിട്ട് ദൈവം, ഹല്ലേലൂയ, മോശയെ തിരഞ്ഞെടുത്തു. അങ്ങനെ അവർ മുന്നോട്ട് ഇറങ്ങുകയാണ്. എങ്ങനെ ഇറങ്ങിയത്? ആട്ടിൻകുട്ടിയെ കൊന്ന് കട്ടളങ്ങാലിന്മേലും കുറിപ്പടിമേലും രക്തം പുരട്ടി അല്ലെങ്കിൽ പെസഹ ആചരിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, അവരവിടുന്ന് വിമോചന യാത്ര തുടങ്ങുകയാണ്. ഏതാണ്ട് 30 ലക്ഷത്തോളം ജനങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഫറവോന്റെ അടിമത്തിൽ നിന്നും പുറപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെയാണ്, നമ്മൾ കേട്ടതുപോലെ വളരെ എക്സ്പെക്റ്റേഷനോടെയാണ് അവർ ഇറങ്ങിപ്പുറപ്പെട്ടത്. നമുക്കറിയാം വെടിമരുന്ന് നിറച്ച ഒരു കുറ്റി എപ്രകാരമാണ് ആയിരിക്കുന്നത്? ഒരു തീയുടെ ഒരു ചെറിയ അംശം കിട്ടിയാൽ മതി, സ്ഫോടനാത്മകമായിരിക്കും, അത് പൊട്ടിത്തെറിക്കും. അത്രമാത്രം, ഹല്ലേലൂയ, പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അത്രമാത്രമുള്ള ശക്തിയോടെയാണ് അവർ അവിടുന്ന് ഇറങ്ങിത്തിരിച്ചത്. കാരണം 430 വർഷക്കാലത്തെ, ഹല്ലേലൂയ, അവരുടെ അടിമത്തം എന്ന് പറയുന്നത്, ഇഷ്ടികച്ചുള്ളിൽ കിടന്ന അടിമത്തം എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയോടെ അവർ അവിടുന്ന് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ജനം, ഹല്ലേലൂയ, മുന്നോട്ട് പോകുന്നു. അതിനുശേഷം നമുക്കറിയാം സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. അവിടെ ഞാൻ അല്പസമയം നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയാം സങ്കീർത്തനത്തിന് പ്രബോധനത്തിന് 15 മിനിറ്റേ ഉള്ളൂ. ഇത് മരുഭൂമിയിലെ സഭ എന്നുള്ള വിഷയം പാസ്റ്റർ KC ജോണ് ചില 10-25 വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലെ PCK-യിൽ ഒരാഴ്ച പ്രസംഗിച്ച വിഷയമാണ് മരുഭൂമിയിലെ സഭ. ഞാനിത് 15 മിനിറ്റ് കൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ, സ്തോത്രം. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. നിങ്ങൾക്കറിയാമോ, ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത്, ചെങ്കടലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 390 മീറ്ററാണ് ആവറേജ്. ചില ഭാഗത്ത് ആഴം കൂടും, ചിലത്ത് ആഴം കുറയും. ഏതാണ്ട് 1200 അടിയിൽ കൂടുതൽ, ഫീറ്റിൽ കൂടുതലാണ് ആഴം. അതിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ജനത്തെ ദൈവം നടത്തി ഹൈവേ ഉണ്ടാക്കി. അല്ല അവർ ആഴത്തിലോട്ട് വെള്ളം മാറി നിന്നപ്പോൾ അവർ ആഴത്തിലോട്ട് ഇറങ്ങി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം അവിടെ ഹൈവേ ഒരുക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ, ഹല്ലേലൂയ, സ്തോത്രം, സമുദ്രം കൊണ്ട് ഓടി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതൊത്തിരി വർണ്ണിക്കാനുണ്ട്. സമുദ്രം ചിറ പോലെ നിന്നു. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കരത്തിലുള്ള വടി, ഹല്ലേലൂയ, സ്തോത്രം, നീ നീട്ടുക സമുദ്രത്തിൻ്റെ മേൽ. സമുദ്രം ചിറ പോലെ നിന്നു.
വെള്ളം നമുക്കറിയാം, സർഫസ് ടെൻഷനുണ്ട് വെള്ളത്തിന്, ഉപരിതല മർദ്ദമുണ്ട്. വെള്ളത്തിന് ഒരിക്കലും ചിറ പോലെ നിൽക്കാനൊക്കത്തില്ല, അല്ലെങ്കിൽ അണ കെട്ടണം. അണ കെട്ടിയെങ്കിൽ ഡാം ഉണ്ടാക്കിയാൽ മാത്രമേ വെള്ളത്തിന് രണ്ടായിട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിന് ഒഴുകിക്കൊണ്ടേയിരുന്നേ ഒക്കത്തുള്ളൂ. എന്നാൽ പരമാധികാരിയ ദൈവത്തിൻ്റെ വാക്കിന് മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം, സമുദ്രം ഹല്ലേലൂയ ഓടിമാറി. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി മുഴുവൻ ഇസ്രായേൽ ജനം 30 ലക്ഷം ജനം സമുദ്രത്തിൽ കൂടെ കടന്നു, അക്കരെ കയറി. പ്രൈസ് ദി ലോർഡ്. നേരം വെളുത്തപ്പോഴേക്കും അവർ അക്കരെ കടന്നു. അതിനുശേഷമാണ് മിസ്രൈമിനെ അവരെ പിന്തുടർന്നത്. അപ്പോഴത്തേക്ക് നേരം വെളുത്തു. ഹല്ലേലൂയ സ്തോത്രം. അവർ മുഴുവൻ നശിച്ചു പോരിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സമുദ്രമായാലും പർവ്വതമായാലും ഹല്ലേലൂയ, യോർദാൻ നദിയായാലും ഹല്ലേലൂയ സ്തോത്രം, കുന്നുകളായാലും ഹല്ലേലൂയ, ക്രിയേറ്ററുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാം മുട്ടുമടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. യോർദാൻ പിൻവാങ്ങിപ്പോയി. പെട്ടകവുമായിട്ട് ഹല്ലേലൂയ സ്തോത്രം പുരോഹിതന്മാർ യോർദാൻ നദിയിലേക്ക് തങ്ങളുടെ കാലുകൾ വെച്ചപ്പോൾ യോർദാൻ പിരിഞ്ഞ് രണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം നമ്മൾ ഓർത്ത് നോക്കിയ. പ്രൈസ് ദി ലോർഡ്. പഴയ ഇസ്രായേൽ എന്ന് പറയുന്നത് അവർ ഓൾഡ് കവനന്റ് പ്രകാരമാണ് അവർ ഹല്ലേലൂയ സ്തോത്രം ഈജിപ്തിൽ നിന്നും പുറത്തു വന്നത്. എന്നാൽ നമുക്ക് ഓൾഡ് കവനന്റ് അല്ല, നമുക്ക് ന്യൂ കവനന്റാ. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം റിഡംഷൻ ഹല്ലേലൂയ ഏറ്റെടുക്കുന്നത്, വീണ്ടെടുപ്പ് പ്രാപിക്കുന്നത്. പഴയ ഇസ്രായേൽ, ഞാൻ അതിന് വേഗത്തിൽ അതും ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. പഴയ ഇസ്രായേൽ വീണ്ടെടുപ്പ് പ്രാപിച്ചത് ഓൾഡ് കവനന്റ് പ്രകാരമാണ്. പഴയ ഹല്ലേലൂയ സ്തോത്രം അവരുടെ വ്യവസ്ഥ പ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി പ്രകാരമാണ്. അതിനവർക്ക് ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രം മതിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നാം യേശു ക്രിസ്തുവിൽ കൂടിയാണ് വീണ്ടെടുപ്പ് പ്രാപിക്കുന്നത്, റിഡംഷൻ പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതെങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ ഹല്ലേലൂയ സ്തോത്രം മരണത്തിന് നമ്മൾ ഭാഗമായി തീരണം, നമ്മൾ ഏറ്റെടുക്കണം. എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചുവെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടെടുപ്പ് പ്രാപിക്കുന്നത്. അതോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം തുറന്ന കല്ലറയും നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനവും നമ്മൾ ഏറ്റെടുക്കണം. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണവും പുനരുത്ഥാനവും നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ പൈതല് ഹല്ലേലൂയ പുതിയ സഭയുടെ അംഗമായി തീരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പിന്നെയും പോകട്ടെ. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടികളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടികളെ പോലെയും തുള്ളുന്നുവെന്ന്. പർവ്വതം എപ്പോഴെങ്കിലും തുള്ളിയ അവസരം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സീനായ് പർവ്വതത്തിൽ നിന്ന് മോശ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം കൽപ്പനയുമായിട്ട് ഇറങ്ങി വരുമ്പോൾ പർവ്വതം, സീനായ് പർവ്വതം തുള്ളി. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പരമാധികാരിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ സ്തോത്രം ഉണ്ടാകുമ്പോൾ പർവ്വതം തുള്ളും, കുന്നുകൾ നൃത്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നമ്മൾ വേറെ മറ്റ് സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. കുന്നുകൾ നൃത്തം ചെയ്യുന്നു, പർവ്വതങ്ങൾ തുള്ളും, സമുദ്രം പിൻവാങ്ങുന്നു, യോർദാൻ നദി ഹല്ലേലൂയ മാറുന്നു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ക്രിയേഷനും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ സൃഷ്ടിയും സൃഷ്ടിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം ഇവിടുന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ സ്തോത്രം. ആഴമുള്ള സമുദ്രം, ഹല്ലേലൂയ സ്തോത്രം. ഉയർന്നു നിൽക്കുന്ന പർവ്വതം, ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാൻ, ഹല്ലേലൂയ സ്തോത്രം. എന്തായിരുന്നാലും വഴിമാറും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധി പോലെ ഉയർന്നു നിന്ന പർവ്വതങ്ങളെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റി തന്നു. എങ്ങനെ മറികടക്കും, എങ്ങനെ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും, എപ്രകാരമായി തീരും ഹല്ലേലൂയ സ്തോത്രം എന്ന് ചിന്തിച്ച അവസരങ്ങളൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ കാലാകാലങ്ങൾ വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അത്ഭുതം കണ്ട് ഇത്രത്തോളം വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അടുത്തത് ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം. ഹല്ലേലൂയ. ഭൂമി വിറച്ചു. എപ്പോഴാ? യേശുക്രിസ്തു പ്രാണനെ വിട്ടപ്പോൾ ഭൂമി വിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ, മത്തായിയും ലൂക്കോസൊക്കെ വായിച്ചാൽ അറിയാം, ഭൂമി വിറച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പർവ്വതമായാലും ഭൂമിയായാലും സമുദ്രമായാലും നദിയായാലും കുന്നായാലും ഒന്നും ഒരു വിഷയമല്ല ഹല്ലേലൂയ സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഈ സൂര്യൻ്റെ കീഴിലുള്ള എന്തും ഹല്ലേലൂയ സ്തോത്രം. അത് സൂര്യൻ ആണെങ്കിലും നക്ഷത്രമായാലും ചന്ദ്രനായാലും ഏത് ഗോളമായാലും ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സൃഷ്ടിതാവിൻ്റെ വലിപ്പത്തിന് മുമ്പിൽ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്.
ഹാലലിയ സ്തോത്രം. ചെങ്കടൽ വഴിമാറിയ ചരിത്രം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഹാലലിയ സ്തോത്രം. ഹാലലിയ രണ്ടായിട്ട് പിരിഞ്ഞ് ചിറ പോലെ നിന്നു. ഓ, എത്ര അത്ഭുതകരമായ വിടുതലാണ് ഇസ്രായേൽ ജനം അനുഭവിച്ചറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ സ്തോത്രം. അവൻ പാറയെ ജലതടാകവും തീക്കലിനെ നീരുറവുമാക്കി തീർത്തിരിക്കുന്നു. എവിടുന്ന് ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട അനുഭവം നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏത് പാറയിൽ നിന്നും ദൈവത്തിൻ്റെ കരം സ്പർശിച്ചാൽ ഹാലലിയ അത് വെള്ളമായിട്ട് ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ജലതടാകമാക്കി തീർക്കും പാറയിൽ. ഹാലലിയ സ്തോത്രം. എത്ര ഉറപ്പുള്ള പ്രശ്നമായിരുന്നാലും, എത്ര പ്രതിസന്ധി നിറഞ്ഞ വിഷയമായിരുന്നാലും അതിനെ ഹാലലിയ ജലതടാകമാക്കുവാൻ, നീരുറവാക്കുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം. ഇസ്രായേലിനോട് ബന്ധത്തിൽ ഹാലലിയ സ്തോത്രം. ഞാൻ ഈ വിഷയം വായിച്ചപ്പോൾ ഹാലലിയ ഇന്നലെ ഞാൻ ഓർത്തു, ആനുകാലിക സംഭവങ്ങളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവായിട്ട് ചിന്തിക്കുവാൻ ഇനി എൻ്റെ മുമ്പിൽ 5 മിനിറ്റ് ഉണ്ട്. വേഗത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാം. ഹാലലിയ സ്തോത്രം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഹാലലിയ ഏത് സംഭവം നടന്നാലും നമ്മൾ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വീസ്മാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വീസ്മാൻ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1-ാം ലോകമഹായുദ്ധ കാലത്ത് ഹാലലിയ സ്തോത്രം ബ്രിട്ടനെ ഹാലലിയ, അന്ന് ബ്രിട്ടൻ എന്നൊരു ഭാഗത്തുണ്ട്, സഖ്യകക്ഷികളുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അന്ന് യഹൂദനായ വീസ്മാൻ ഹാലലിയ അന്ന് ആ യുദ്ധത്തിൽ ഒരു ഭാഗമായി തീർന്ന് സഖ്യകക്ഷിയെ സഹായിച്ചു. അതിന് പ്രതിഫലമായിട്ട് വീസ്മാനോട് ബ്രിട്ടൻ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹാലലിയ അന്ന് വീസ്മാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ലാൻഡ് പാലസ്തീനിൽ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം ലോകമഹായുദ്ധം 1914 മുതൽ 19 വരെ ആയിരുന്നു. ആ 5 വർഷത്തെ യുദ്ധത്തിന് ശേഷം ബ്രിട്ടന് ഹാലലിയ സ്തോത്രം ഓട്ടോമൻ എംപയറിന് അണ്ടറിലായിരുന്നു ആ സ്ഥലമൊക്കെ അന്ന്. അവരിൽ നിന്ന് ഹാലലിയ ബ്രിട്ടൻ ആ സ്ഥലം ഏറ്റെടുത്ത് ഇസ്രായേലിന് കൊടുത്തു. പീസ് ഓഫ് ലാൻഡ്. ആ ലാൻഡ് അവർക്ക് 1919-20 അവർക്ക് ലഭിച്ചു. അതിനുശേഷമാണ് സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നത്. 1939-45. അതിനുശേഷമാണ് 48-ൽ ഹാലലിയ സ്തോത്രം ഇസ്രായേലിനെ ലോകം ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നത്. ഹാലലിയ സ്തോത്രം. 2 യുദ്ധത്തിലും ഇസ്രായേലിന് ഹാലലിയ സ്തോത്രം ഇസ്രായേലിനെ വിട്ടുകളയാൻ കഴിയത്തില്ല. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇസ്രായേലിന് ഹാലലിയ ലാൻഡ് ലഭിക്കുന്നു. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് ഹാലലിയ യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിക്കുന്നു. ഹാലലിയ സ്തോത്രം. അടുത്തത് തേർഡ് വേൾഡ് വാർ നമുക്കറിയത്തില്ല എപ്പോഴാണെന്ന്. എന്നാൽ 2 ഭാഗമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ വായിച്ചത് നിങ്ങളും വായിച്ചു കാണും. റഷ്യയും ചൈനയും ഇറാനോട് ചേർന്ന് നിൽക്കുക, ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത വൻശക്തിയായ ഫ്രാൻസ് ന്യൂട്രലായി നിൽക്കുക. ഇപ്പോൾ അവരെങ്ങനെയെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഉറച്ച് 2 പക്ഷത്ത് 2 രാജ്യങ്ങൾ നിൽപ്പുണ്ട്, വൻശക്തികൾ. ഇറാനോടൊപ്പം റഷ്യയും അതോടൊപ്പം ചൈനയും നിൽപ്പുണ്ട്. അവരൊരു കാരണവശാലും ഇറാൻ്റെ ഭാഗത്തൊന്നും മാറത്തില്ല. അമേരിക്കയും ബ്രിട്ടനും എന്നും ഒരുമിച്ച് നിൽക്കും. ഫ്രാൻസും ഇപ്പുറത്തോട്ട് വരാനാ സാധ്യത, അമേരിക്കയോടൊപ്പം വരാനാ സാധ്യത. ഞാൻ പറഞ്ഞു വന്നത് ആനുകാലിക സംഭവങ്ങളെ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് വേണം ഇനിയുള്ള കാലം മുന്നോട്ട് പോകുവാൻ. വി ഡോണ്ട് നോ വെൻ ദ തേർഡ് വേൾഡ് വാർ ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെങ്കിൽ അത് നടക്കും, യാതൊരു സംശയവുമില്ല. ഇസ്രായേലിനോട് ബന്ധത്തിൽ ഞാൻ ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ. ഹാലലിയ സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒരു കാര്യവും ഇസ്രായേലിനോട് ബന്ധത്തിൽ ലോകത്തിൽ നടക്കത്തില്ല. ഇസ്രായേൽ ഭാരമുള്ള കല്ലായി ലോകത്തിന്. ഹാലലിയ സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം, മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മിഡിൽ ഈസ്റ്റിൽ ഒരു സംഭവം ഉണ്ടായാൽ ലോകത്തെ മുഴുവൻ ബാധിക്കും. എണ്ണവില പതുക്കെ കൂടിക്കൊണ്ടിരിക്കുക, എവിടെ ചെന്ന് നിൽക്കുന്ന ഒരു പിടിയുമില്ല. അതുപോലെ ഏത് സാധനങ്ങളുടെ എല്ലാം വില കൂടും. യാത്ര ചെയ്യാനൊക്കത്തില്ല, മനുഷ്യർക്കാർക്കും സ്വസ്ഥതയോടെ യാത്ര ചെയ്യാനൊക്കത്തില്ല. പ്രതിസന്ധി ഉരുണ്ട് കൂടും. കാരണം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മളാരും അനുഭവിച്ചിട്ടില്ല. എൻ്റെ ഫാദർ സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ജവാനായിരുന്നു, മിലിറ്ററി മാനായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ യുദ്ധം ചെയ്തതാണ്. കുറച്ചൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭീകരത. എന്നാൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. ഒരു യുദ്ധം വന്നാൽ എത്രമാത്രം ഭീകരമായ അന്തരീക്ഷമായിരിക്കും ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ തരത്തിലും പ്രതിസന്ധി, സഫറിങ്സ്, കഷ്ടപ്പാട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു വെടിനിർത്തലിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നായാലും ബൈബിൾ പ്രകാരം യുദ്ധം നടക്കും, അത് വേറെ വിഷയം.
എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ ഈ കാലത്ത് നടക്കുമല്ലോ നമുക്കറിയത്തില്ല. എപ്പോൾ നടന്നാലും ഹല്ലേലൂയ സ്തോത്രം അത് ഇസ്രായേലിനോടൊരു ബന്ധത്തിൽ തന്നെയായിരിക്കും. കാരണം ഇസ്രായേൽ എന്നും ഈ ലോകത്തിന് മുമ്പിൽ ഒരു പേടി സ്വപ്നമാണ്, ഒരു ഭാരമുള്ള കല്ലും. ചെറിയ രാജ്യം, നമുക്കറിയാം കേരളത്തിൻ്റെ അത്രയുമോ കേരളത്തെക്കാൾ ഒരു അല്പം കൂടെ കാണുമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവർ ഭാരമുള്ള കല്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ ജനമാണ്. ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിനെ തൊടുന്നവരെ ആരെയും ദൈവം വെറുതെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉടനെ ഇപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചില്ല അമേരിക്ക അവിടെ ചെന്ന് ഹല്ലേലൂയ സ്തോത്രം ഇപ്പോഴ് ബോംബ് വർഷം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നലെ ഷേബയാണ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അമേരിക്ക കൊണ്ട് ബോംബിട്ടെന്ന് അവരുടെ ആണവ സ്ഥാപനങ്ങൾക്ക് നേരെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഉടനെയും നടക്കുമെന്ന്. അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് സംഭവിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാരണം എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് എന്തോ നടക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ 15 മിനിറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ. ഹല്ലേലൂയ സ്തോത്രം. അടിമത്തത്തിൽ നിന്നും വീണ്ടെടുപ്പ് കിട്ടി പുറത്തു വന്ന ഇസ്രായേലിനെ നമുക്കറിയാം. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശമാണ് പാലസ്തീൻ ദേശം, കനാൻ നാടാം, പ്രോമിസ്ഡ് ലാൻഡ്, അവിടെ മുഴുവൻ. അതിനുശേഷമാണ് അവരെ യുദ്ധം ചെയ്ത് ഈ അറബികളെല്ലാം കൂടി യുദ്ധം ചെയ്ത് അവരെ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും അവരെ ഹല്ലേലൂയ അവർക്ക് പോകേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഒന്നാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് അവർ മടങ്ങി ഹല്ലേലൂയ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ രാജ്യമായിട്ട് അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെയും അവർക്ക് ബദലായിട്ട് ഹല്ലേലൂയ സ്തോത്രം അറബ് രാജ്യങ്ങളെല്ലാം പിന്നെയും അവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം 95% ആ രാജ്യത്ത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ അറബികളുടെ ഇല്ല. ഒരു 5% പോലും ഇല്ല ഇസ്രായേലിൻ്റെ കയ്യിൽ. ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ ആയിരുന്നു അത് മുഴുവൻ. ദൈവം വാഗ്ദത്തമായിട്ട് കൊടുത്തതാണ്. എന്നാൽ ഹല്ലേലൂയ ചെറിയ ആ രാജ്യം അവരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുവാൻ അറബികൾ അനുവദിക്കുന്നില്ല. ഈ നാളുകൾ നമുക്ക് ഹല്ലേലൂയ ജാഗ്രതയോടെ ആയിരിക്കാം. ദൈവത്തിന് ഹിതപ്രകാരം കാര്യങ്ങളൊക്കെ ലോകത്തിൽ നടക്കും. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ലെറ്റ് us pray ഫോർ മിഡിൽ ഈസ്റ്റ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്രയിലായിരിക്കുന്നു. ഇനി യാത്ര ചെയ്യേണ്ടവരുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴും റൂട്ടുകൾ പലതും ഫ്ലൈറ്റ് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റൊക്കെ ലേറ്റായിട്ട് എത്തുന്നുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പെട്ടെന്നൊന്നും സംഭവിക്കും നമ്മൾ വിചാരിക്കേണ്ട. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്കറിയത്തില്ല. എനിവേ ഹല്ലേലൂയ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അത്ര നന്നായിട്ടല്ല പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ ഹല്ലേലൂയ അത് ഇറാനിലെ ആയാലും കൊള്ളാം ഇസ്രായേലിലെ ആയാലും കൊള്ളാം കാണുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയമൊക്കെ വല്ലാതെ പിടച്ചു പോകുന്ന അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം കാര്യങ്ങളൊക്കെ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് കേൾപ്പിച്ച സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് ഹല്ലേലൂയ വിടുതലിന് ശുദ്ധീകരണത്തിനൊക്കെ കാരണമാകട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.